നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് ശരിയാ, ഞങ്ങളന്ന് വീട്ടിലേക്ക് ക്ഷണിക്കാൻ വന്നപ്പോ ആന്റി അവിടെ കണ്ടില്ല. പക്ഷെ നിങ്ങൾ ക്ഷണിച്ചിട്ട് പോകുന്നതേ ഞാൻ കണ്ടു, അതാ ഞാൻ വന്നത്. എന്തായാലും വന്നതിൽ താങ്ക്സ് ആന്റി. ഭാനുമ്മയും ക്ഷണിക്കാനായിട്ട് പറ്റിയില്ല. എന്തായാലും മോന്റെ ചടങ്ങിൽ പങ്കെടുത്തിട്ടേ പോവാവൂ. അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ എത്തിയത് ദൈവനിശ്ചയ. ഞാനെന്നാ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ ആന്റി. നോക്കിക്കോ, നിങ്ങൾ അങ്ങോട്ട് ഇരിക്കി കേട്ടോ. ശരി. വാ സുശീലേ, നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. ഇങ്ങോട്ട് വന്നേ. ചേച്ചിയുടെ കൂടെ കളിച്ചോ. വിച്ചുമോനെ, വിച്ചുമോനെ, നീ അച്ഛമ്മയെ മറന്നോടാ. വാ 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 വാ. ഓ ഓ ഓ, കരയല്ലേ. വാ. വിച്ചൂടനെ അച്ഛമ്മയുടെ ദേഷ്യമല്ലേ? ഓ ഓ, അച്ഛമ്മയുടെ ദേഷ്യമാണോടാ? ഒച്ചോ, കരയല്ലേ കരയല്ലേ, കരയാതെ. ഓ ഓ, വിച്ചൂടന് അച്ഛമ്മയുടെ ദേഷ്യമാണോ? എന്തുകൊണ്ടാണെന്ന് അച്ഛമ്മയ്ക്ക് അറിയാം. ഓ, അച്ഛനെ പ്രതീക്ഷിച്ചു വന്നിട്ട് അച്ഛനെ കാണാത്തോണ്ടല്ലേ. അച്ഛമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് മോൻ വിചാരിക്കുന്നുണ്ടാവും. അതങ്ങനെയാടാ ചക്കരെ. നീ നിന്റെ അച്ഛനും മനസ്സിൽ കാണുന്നതേ അച്ഛമ്മ മാനത്ത് കാണും. നീ ഇത്തിരി പോന്ന കുഞ്ഞിനോട് എന്തൊക്കെയാ സുശീല ഈ പറയുന്നത്? അതിന് വല്ലതും മനസ്സിലാവോ? അതൊക്കെ മനസ്സിലാവണ്ടവർക്ക് മനസ്സിലാവും ഭാനുമ്മേ. അച്ഛമ്മ പറയുന്നത് ശരിയല്ലടാ മുത്തേ. നിന്റെ അച്ഛനെ അച്ഛമ്മയുടെ മോനാ. നിനക്ക് അച്ഛനെ വേണമെങ്കിലേ അച്ഛമ്മയുടെ ഒപ്പം വന്നാ മതി. ഓ പിന്നെ വന്നതിന്റെ എടുത്തുകൊണ്ടുപോയതിന്റെ വിശേഷം ഞങ്ങള് കുറെ കണ്ടതല്ലേ. വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ. ആഹാ, നീ പറയടി. പറയേണ്ടതൊക്കെ പറഞ്ഞു തീർക്കാൻ തന്നെയാ ഞാനും വന്നത്. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. സുശീലേ, ഇതൊരമ്പലവാ. വാക്കുതർക്കം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം അല്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് അകത്തേക്ക് കയറാം. അറിയോ ആളെ? പിന്നെ ഇത് ചേച്ചിയാ. കാശുള്ളവരെ സ്വീകരിക്കാൻ ആളുണ്ട്. ചക്കമടലിൽ ഈച്ച പൊതിയുന്ന പോലെ പൊതിയുന്ന കണ്ടില്ലേ? അനു, നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങ വാ. ചെല്ലടാ. നീ നിന്റെ അച്ഛന്റെ കുറിച്ച് ജനിക്കേണ്ടതൊന്നും അല്ല. വാ. നിന്റെ ഈ പെരുമാറ്റവും രീതിയൊന്നും ഒട്ടും ശരിയല്ല സുശീല. ഓ പിന്നെ, ഇനിയെങ്കിലും നിനക്കിതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? ഒരു മാറ്റം എന്തായാലും വേണം ഭാനുമ്മേ. അതിന് ഇപ്പൊ ഇവിടുന്ന് പോയവള് എന്റെ മോന്റെ തലേന്നൊന്ന് ഒഴിഞ്ഞു പോണം. കരച്ചിലാണല്ലോ. അനു അമ്പിളിയും ഇവിടെ ഉണ്ടാവുന്ന രഘു എന്നോട് പറഞ്ഞായിരുന്നു. ഇന്ദു വന്നില്ല ആന്റി? ഞങ്ങളോടൊപ്പം ഇറങ്ങി. ഇവിടെ അടുത്ത് അവളുടെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്, അവിടെ പോയിരിക്കുക. ഇപ്പൊ വരും. ഓ അത് ശരി. രഘു, നീ മാഷിനെ ഒന്ന് വിളിക്കേ. എവിടെ എത്തിന്ന് അറിയാലോ. അതെ രഘുട്ടാ, അച്ഛൻ വന്നാ നമുക്ക് തുടങ്ങാം. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. അതെ രഘു. ശരി, ഞാനൊന്ന് വിളിച്ചു. വേഗം കുട്ടാ, വിളിക്കുന്ന നേരത്തെ ഇറങ്ങി. ഇവൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനാ ഇത്രയും നാണക്കേട് സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് വലിഞ്ഞു കയറി വന്ന കണ്ടില്ലേ. ഈശ്വര, ഇന്ദ്രൻ വന്നല്ലോ. ഓ, സമാധാനായി.
മോനെ ദേ അച്ഛൻ വന്നു. ആ ഇന്ദ്രേട്ടാ ദയാ. മോനെ വാടാ വാ. ഞാൻ വിചാരിച്ചു വരില്ല എന്ന്. ഞാൻ വാക്ക് പറഞ്ഞല്ലേ. അമ്മയും ഭാനുവും എന്താ ഇവിടെ മാറിയിരിക്കുന്നേ? അവിടെയല്ലേ ചടങ്ങ് നടക്കുന്നേ? എന്നെ ആരും അങ്ങോട്ട് വിളിച്ചില്ല ഇന്ദ്ര. ഞാനെന്തോ ക്ഷണിക്കാത്ത ചടങ്ങിന് വലിഞ്ഞേറി വന്നവളെ പോലെയാ എല്ലാവരുടെയും പെരുമാറ്റം. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. നമ്മളൊരു ചടങ്ങിന് വന്നാ ആരെങ്കിലും വിളിക്കാൻ കാത്തിരിക്കണോ അമ്മേ? അമ്മ വാ, മുഹൂർത്തത്തിന് സമയമായി. രണ്ടുപേരും വാ. വാ ഭാനുമേ വാ. മടിച്ചു നിൽക്കാതെ വാ സുശീലേ, ചടങ്ങിന് നേരമായി. നീ ഇങ്ങോട്ട് വന്നേ. വാ ഇങ്ങോട്ട് വാ. ചേച്ചി അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. രഘുവേട്ടൻ വിളിക്കുന്നുണ്ടാനു. ആ മുഹൂർത്തം ആരംഭിച്ചു. മുഹൂർത്തത്തിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ കർമ്മം നടത്തുന്നതാണ് ഉത്തമം. അല്ല, മാഷ് ഇതുവരെ വന്നില്ലല്ലോ. ഈ അച്ഛൻ ഇതെവിടെ പോയിരിക്ക? അച്ഛനിപ്പ വരും ദയേ. എന്റെ മോന്റെ ചടങ്ങിന് വന്നിട്ട് അച്ഛൻ വേറെ കാര്യത്തിന് പോയതെന്താ? കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് ഇരിക്കേ. ശബരിയേട്ടൻ വാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? മുഹൂർത്തം തെറ്റിക്കാൻ പറ്റില്ല. ശബരി ഇരിക്കേ. ചെല്ലടാ ഇരിക്കേ. കുഞ്ഞിനെ അച്ഛന്റെ മടിയിരുത്തിക്കും. ആദ്യം അച്ഛൻ 3 തവണ കുഞ്ഞിന് ചോറൂൺ പ്രസാദം നൽകണം. അത് കഴിഞ്ഞ് അമ്മ. പിന്നെ ബന്ധത്തിൽപ്പെട്ട മുതിർന്നവർക്കെല്ലാം കുഞ്ഞിന്റെ നാവിൽ മധുരം തൊട്ടു കൊടുക്കാം. മോന്റെ മുത്തശ്ശൻ വരാനുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പൂജ കഴിഞ്ഞാ പിന്നെ ചടങ്ങിന് കാത്തു നിൽക്കുന്നത് നല്ല ലക്ഷണമാണോ തിരുമേനി? ശബരി, മാഷൻ പറഞ്ഞു ചടങ്ങ് തുടങ്ങിക്കോളാനാ അമ്മാവൻ പറഞ്ഞേ. അവര് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുക. ബെസ്റ്റ്, നല്ല ലക്ഷണം.